1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. പുതിയ ജോലി സാധ്യത ഉള്ളതിനാൽ ശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. തീർത്ഥാടനം വളരെയധികം നല്ലതാകുന്നു. ഈ കാലഘട്ടത്തിൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാനും വിവാഹമോ വിവാഹ നിശ്ചയമോ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നു. ധനലാഭം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ ശ്രമിക്കുക. അതുപോലെ മക്കൾ വേണമെന്നുള്ള ദമ്പതിമാർക്ക് സന്താനം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവുമുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ മാസം. ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ, അതായത് അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകേണ്ടിയിരുന്നത് മാറി പോകുന്നു. അപകടം മൂലം പരിക്കേറ്റ് അതിൽ നിന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടത ഉള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നു. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള മേൽ നടപടികൾ തൽക്കാലം ഒഴിവാക്കപ്പെടുന്നു. രോഗങ്ങൾക്ക് തക്ക ചികിത്സ ലഭ്യമാകുന്നതിനാലായിട്ട് വേഗം അത് ഭേദമാകാൻ സാധിക്കുന്നു. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഏറെക്കുറെയെങ്കിലും കുറയുന്നതിന് സാധിക്കുന്നു. കാര്യങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സവും കാലതാമസവും മാറിക്കിട്ടുന്നു. പ്രാർത്ഥനകൾക്കും പൂജയ്ക്കും ഉപാസനകൾക്കൊക്കെ ഉള്ള തടസ്സങ്ങളും മടിയും എല്ലാം മാറിക്കിട്ടി അതിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. കുറച്ചു സമയമെങ്കിലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാല് മോശഫലങ്ങൾ ലഭ്യമാകുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഡിപ്രഷൻ മുതലായ മനോവിചാരം ഉള്ളവർക്ക് തക്ക ചികിത്സ കൃത്യമായി നടത്തുക. അതിന് ഉപേക്ഷ വിചാരിക്കരുത്. അതുപോലെ തന്നെ തീപ്പൊള്ളലേൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും നീക്കങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി പ്രായത്തിനനുസരിച്ചാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുന്നത്. 5 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര ഒരു സുഖകരമുള്ള ഒരു കാലഘട്ടമല്ല ഇത്. ചില കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, ചില കുട്ടികൾക്ക് ചില രോഗങ്ങൾ വരുന്നതിനും അരിഷ്ടതകളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് കുഴപ്പമില്ല. ധനത്തിന് കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ അസുഖം ഉണ്ടെങ്കിലും ഈ സമയം കുട്ടിയെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചില സമയങ്ങളിൽ രാത്രിയും അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ അസുഖം കൂടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു രക്ഷകർത്താക്കൾക്ക്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുവിധം ദുരിതം, കഷ്ടപ്പാടുകൾ എന്നിവ മാറി പുരോഗതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. സ്വർണം, വെള്ളി, അതുപോലെ പല സാധനങ്ങളും സമ്മാനങ്ങളാൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ ചേരുന്നതിനും അത് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. അവിടെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ശത്രുക്കളുടെയും മോഷ്ടാക്കളുടെയും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കഫജന്യങ്ങളായ അസുഖങ്ങൾ വരുമെങ്കിലും അതൊക്കെ മരുന്നുകൾ മൂലം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ചില അസൂയക്കാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ആകെ നശിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ക്രമേണ വളർന്നു വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുരോഗതിയിലേക്ക് വരുന്നത് കൊണ്ട് അത് സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാരെ അവർ പല രീതിയിലും നിങ്ങളെ ചതിവിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ തന്നെ പോകാനും അവിടെ ചെന്ന് വിദ്യാഭ്യാസം നേടാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന് അപൂർവം ചിലർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടിക്ക് കിട്ടുന്ന മാർക്കുകളും സമ്മാനങ്ങളും അല്ലെങ്കിൽ ഈ കുട്ടി ഇനി എവിടെ പഠിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ആരോടും മുൻകൂട്ടി നിങ്ങൾ ആരോടും പറയരുത്. അത് ഈ കുട്ടിക്ക് വളരെ ദോഷം വരും. അത് ദൃഷ്ടിദോഷവും കാര്യങ്ങളുണ്ടായി കുട്ടിയുടെ പഠിപ്പിനെ തന്നെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുടുംബത്തിന് അകത്തുള്ള രഹസ്യം കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുക. വെളിയിലുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് അപകടമാണ്. കുടുംബത്തിലും ചില അസൂയാലുകൾ ഉണ്ടാകാം. അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള യാത്രാ രേഖകളൊക്കെ ആണെങ്കിലും വളരെ രഹസ്യമായി, പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. കാരണം അവയെല്ലാം വീട്ടിലുള്ളവർ ചിലർ തന്നെ അസൂയാലുക്കൾ തന്നെ ഉണ്ടെങ്കിൽ അവരെടുത്ത് നശിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാവി തന്നെ
പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഈ യാത്രക്കാരൻ ആരാണോ ആ ആള് ഈ ഇതെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതാണ്, കൂട്ടിവെക്കേണ്ടതാണ്. അത് അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അത് ഏത് വാഹനത്തിലായിരുന്നാലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗുകളിൽ യാതൊരു തരത്തിലും ആരും തന്നയിക്കുന്ന ഒരു സാധനം, ലഹരി വസ്തുക്കൾ അതിലുണ്ടാകാം. ആയതിനാൽ അതൊന്നും നിങ്ങൾ വയ്ക്കരുത്. അത് ഏത് രീതിയിലുള്ള, അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരെ കൊടുത്താൽ മതി, ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ബന്ധുക്കളായിരുന്നാലും നിങ്ങളിൽ ഇപ്പൊ കായ് വറുത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, അച്ചാറുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ള ഒരു സാധനങ്ങൾ, ഇതൊന്നും നിങ്ങൾ ആരെയും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പോകരുത്. ഒരു യാത്ര വിമാനത്തിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും എന്തിനായിരുന്നാലും പോകാതിരിക്കുക. കാരണം അതിലെല്ലാം നിങ്ങൾ ചതിക്കപ്പെടേണ്ട സാധ്യത നിങ്ങൾക്ക് ഈ സമയം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അപൂർവം ചിലർക്ക് വരാനൊരു സാധ്യതയുണ്ട്. എങ്കിലും പിന്നീട് അതെല്ലാം എവിടുന്നെങ്കിലും ആ സമ്പത്ത് അവർക്ക് സഹായമായി കിട്ടുകയും കാര്യങ്ങൾ നടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. തൊഴിലിലും പഠിപ്പിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അന്യദേശവാസം കാണുന്നു. ആരോഗ്യം കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരീരത്തിന് കാലാവസ്ഥയിലെ ചില വ്യത്യാസങ്ങൾ മൂലം, പുതിയ കാലാവസ്ഥകളൊക്കെ മൂലം അവർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഭേദമായി കിട്ടുന്നു. ചിലർക്ക് വേഗം തന്നെ പഠിച്ച് നല്ല ഉന്നതിയിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതിനുള്ള ഒരു മെരിറ്റ് അവർക്കുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അവർക്ക് യോഗമുണ്ട്. സന്താന ഭാഗ്യത്തിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. 40 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി വളരെ പുരോഗതി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിന് സാധിക്കുന്നു. ശത്രുക്കളെയും അസൂയാലുക്കളെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. 56 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില വാതരോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പല രീതിയിലുള്ള വാതരോഗങ്ങളുണ്ട്. അതൊരു വൈദ്യനെ സമീപിച്ചാലേ അത് അറിയാൻ സാധിക്കും. സ്വന്തമായി വീട്ടിൽ നിന്നും, ഇപ്പൊ സ്വന്തമായി താമസിക്കുന്ന വീട്ടിൽ നിന്നും വേറൊരു വീട്ടിൽ, അതായത് ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഔദ്യോഗിക വസതിയിലേക്കോ മാറി താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് നല്ലൊരു നേതാവാകാനും സാധിക്കുന്നു. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ഈ സമയം നിങ്ങളെ അധ്വാനം കുറച്ച് കൂടിയിരിക്കും. എങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. വെള്ളത്തിൽ നിന്നോ കാറ്റിൽ നിന്നോ ചില നാശനഷ്ടങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. എങ്കിലും ധനവും ഐശ്വര്യങ്ങൾക്കും കോട്ടം വരാതെ പോകാൻ സാധിക്കുന്നു. അതുപോലെ ബുധനും ഗുരുവും കൂടി ഈ മാസം യോഗം വരുന്നതിനാല് ബുദ്ധി ശക്തി, സാമ്പത്തിക പുരോഗതി, സംസാരശേഷി എന്നിവ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതായത് വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങളൊക്കെ ഓർമ്മിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ യോഗം മൂലം ഉണ്ടാകുന്നു. അതുപോലെ നല്ലൊരു പ്രഭാഷകനാകാനായിട്ട് സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും ഒക്കെ സാധിക്കുന്നു. അതായത് നിങ്ങളൊരു നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കുന്നു. ധനനേട്ടം ഉണ്ടാകാൻ സാധിക്കുന്നു. കരിയറിലും ബിസിനസ്സിലൊക്കെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഒരു സ്ഥിരമായ ഒരു സാമ്പത്തിക വരുമാനം വരാൻ സാധിക്കുന്നു. കലകളിലും ഉള്ള പ്രോത്സാഹനം, അതായത് സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിൽ തന്നെ ചില കുട്ടികൾക്ക് ചെറിയ വയസ്സിൽ തന്നെ അവർക്ക് അതിനോടുള്ള താല്പര്യം കൂടാൻ ഈ യോഗം സഹായകമാകുന്നു. മാത്രമല്ല വലിയ മുതിർന്ന ആൾക്കാരുകൾ, കലാകാരന്മാർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റം, അതുപോലെ തന്നെ ധർമ്മബോധമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഇവർക്ക് ഒരു ഇതുണ്ട്, സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ സൂര്യകേതു യോഗം ചിങ്ങരാശിയിൽ നടക്കുന്നുണ്ട്. ഗ്രഹണ യോഗം എന്നാണ് ഈ യോഗത്തിനെ പറയുന്നത്. ആത്മവിശ്വാസക്കുറവ് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇച്ഛാശക്തിയെയും ഇത് ബാധിക്കുന്നതാണ്. വയറു സംബന്ധമായിട്ട് തലവേദന, ആരോഗ്യമില്ലായ്മ, ഊർജ്ജക്കുറവ്, മടി എന്നിവ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. തൊഴിലില്, അതായത് കരിയറിലും ബിസിനസ്സിലൊക്കെ ഇവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആശയക്കുഴപ്പത്തിൽ ചിലർ വരുന്നതിന് സാധ്യതയുണ്ട്. അനാവശ്യമായി ആരോടും ഒരു
വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഈ സമയത്ത് അതൊക്കെ ഒടുവിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. കോപങ്ങളൊക്കെ ഒന്ന് അടക്കേണ്ടതാണ്. ചന്ദ്ര ശുക്ര യോഗം വരുന്നതിനാണ് അതിനെ ശുക്ര ചന്ദ്ര യുതി എന്നാണ് പറയുന്നത്. വ്യക്തിയുടെ മനസ്സിനെയും സർഗാത്മികതയുടെയും ജീവിതത്തെ തന്നെയും പ്രത്യേകം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക യോഗമാണിത്. അതായത് ബുധന്റെ വീടാണ് കന്നിരാശി. ശുക്രൻ ഇവിടെ നീചസ്ഥിതിയിലാണ് കാണപ്പെടുന്നത്. നൃത്തം, സംഗീതം, കല, ഡിസൈനിങ് തുടങ്ങിയവ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു സമയമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ സഹജീവികളുടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ലഭിക്കുന്ന ഒരു യോഗവും കൂടിയാണ്. അവരെ സഹായിക്കുന്നതിനും അവരോട് വളരെ അനുകമ്പാപൂർവമായി പെരുമാറുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. ഇപ്പൊ കോൺട്രാക്ടർമാർക്ക് അല്ലെങ്കിൽ മറ്റു ടൈം ബോണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നേരത്തെയൊക്കെ അശ്രദ്ധമായ വസ്ത്രധാരണം നടത്തിയിരുന്നവർക്ക് നല്ല വൃത്തിയും വെടിപ്പായിട്ടൊക്കെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച് അതുപോലെ തന്നെ ചുറ്റുപാടൊക്കെ നല്ല മോടി പിടിപ്പിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. സ്നേഹം, പ്രണയം എന്നിവയോട് ആത്മാർത്ഥമായ ബന്ധം കാണിക്കുമെങ്കിലും ഈ കന്നി രാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലം അവിടെ അവർക്ക് പല രീതിയിലും സംശയം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അനാവശ്യമായ ചിന്തകളും മാനസിക സംഘർഷങ്ങളും ചിലർക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.